ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ യാത്ര അഗുംബയിലേക്കാണ്. ദൃശ്യമോളുടെ യാത്ര പറഞ്ഞ് നേരെ മെട്രോ സ്റ്റേഷനിൽ. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് ഏകദേശം 8:25 ട്രെയിനിൽ കയറി വെളുപ്പിനെ 3:45 മംഗളൂരു ജംഗ്ഷൻ. അവിടെ നിന്നും ഞങ്ങളെ കാത്തു നിന്നിരുന്ന ബസ്സിൽ യാത്ര തുടർന്നു. ഒട്ടും പരിചയമില്ലാത്ത 16 പേരടങ്ങുന്ന സ്ത്രീകൾ. അപരിചിതത്വം എന്നത് സെക്കൻഡുകളുടെ ദൈർഘ്യം മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസം മഴയെ പ്രണയിക്കാനായി അഗുംബയിലേക്കൊരു യാത്ര. അഗുംബയെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാം. ഷിമോഗ ജില്ലയിലെ മഴക്കാറുകൾ നിറഞ്ഞ ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അഗുംബെ എന്ന ചെറിയ ഗ്രാമം. അവിടെ എത്തിയപ്പോൾ ചുറ്റിനും സ്നേഹത്തിന്റെ ഹരിതാപം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. തീർത്തും നിശബ്ദമായ അന്തരീക്ഷം. ചീവീടുകളുടെയും പക്ഷികളുടെയും ശബ്ദം, അരുവിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ കളകളാരവം അത്രമാത്രം. അവിടവിടെ അലഞ്ഞു നടക്കുന്ന പശുവിൻ കൂട്ടം. മഴയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മഴ മാത്രം അധികം ലഭിച്ചില്ല എന്ന ചെറിയൊരു ദുഃഖമൊഴിച്ചാൽ എല്ലാം അതിമനോഹരം. ആദ്യമായി യാത്ര പുറപ്പെട്ടത് 1000 കൽത്തൂണുകൾ കൊണ്ടുണ്ടാക്കിയ മൂടബദ്രിയിലെ ജൈന ക്ഷേത്രവും. പിന്നീട് യാത്ര തുടർന്നത് പാറപ്പുറത്ത് ദ്വാരകാപാലകരോടൊപ്പം 17 മീറ്റർ പൊക്കത്തിലിരിക്കുന്ന ബാഹുബലി ക്ഷേത്രവും ദർശിക്കുവാനായിരുന്നു. ഇതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ബാഹുബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും തൻ്റെ അധികാരം ജ്യേഷ്ഠനെ ഏൽപ്പിച്ച് ദ്വാരകാപാലരോടൊപ്പം ഇവിടെ ഉപവിഷ്ടനായി എന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നും കുറച്ചധികം ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് എല്ലാവരും അവിടെയെല്ലാം വീക്ഷിച്ച് നേരെ അടുത്ത സ്ഥലത്തേക്കായി യാത്ര. എല്ലാവരും തങ്ങളുടെ ദുഃഖങ്ങളും കുടുംബഭാരങ്ങളും എല്ലാം മറന്ന് സന്തോഷത്തിൻ്റെ വലിയൊരു ലോകത്തേക്ക് തന്നെ ഇറങ്ങി ചെല്ലുകയായിരുന്നു. പുതിയൊരു അനുഭൂതിയുമായി വള്ളത്തിലുള്ള യാത്ര. തോണി തുഴഞ്ഞ് അക്കരെ ചെല്ലുമ്പോൾ, അക്കരെ എന്ന് പറയാൻ പറ്റില്ല, നദിയുടെ നടുക്ക് ഒരു ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൽ എത്തിച്ച ആ ചേട്ടനെ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു. ഞങ്ങൾ വഞ്ചിപ്പാട്ടും കൈകൊട്ടിപ്പാട്ടും ഒക്കെയായി ആ ചേട്ടന് ഒരു ഹരം തന്നെയായിരുന്നു. ഒരേ മനസ്സും ഒരേ വൈബുമായി 16 പേർ ഒരു യാത്ര തുടരുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ്. ഒരു കാര്യം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ യാത്രയിലുണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായം. അത്രയും സന്തോഷത്തോടെയായിരുന്നു അന്നത്തെ ഈവനിങ്. അങ്ങനെ വള്ളത്തിലുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നേരെ റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. വേറെ എവിടേക്കുമല്ല, സിരിമണി വാട്ടർഫോൾസ്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഞങ്ങളെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചു. കാട്ടിലൂടെയുള്ള നടപ്പാത, അതിലൂടെ നേരെ ചെന്നിറങ്ങുന്നത് ഈ വാട്ടർഫോൾസിലേക്കായിരുന്നു. വാട്ടർഫോൾസിനടിയിലെ നീരാട്ട് അതുവരെയുള്ള എല്ലാ ക്ഷണം നേരം കൊണ്ട് ഒഴുക്കിക്കളയുന്നതായിരുന്നു. തീർത്തും സൗമ്യഭാവത്തിലുള്ള വെള്ളച്ചാട്ടം ആരെയും കൊതിപ്പിച്ചു പോകും. ഒരുപാട് ആളുകൾ ഉള്ളതിനാൽ വെള്ളത്തിൽ ഇറങ്ങാൻ മടിച്ചു നിന്നവർ പോലും പളുങ്കുമണികൾ പോലെയുള്ള വെള്ളത്തുള്ളികൾ കണ്ടപ്പോൾ ശരിക്കും ഭ്രമിച്ചുപോയി. വെള്ളച്ചാട്ടത്തിനടിയിൽ പതിക്കുന്ന വെള്ളത്തിനടിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഉറുമി സിനിമയിലെ ജനീലിയ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരുപാട് പാട്ടും മേളവുമായി അന്നത്തെ ആ സുദിനം അവിടെ അവസാനിച്ചു. അവിടെ നിന്നും നേരെ സന്ധ്യാസമയത്ത് ശൃംഗേരി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു യാത്ര. അവിടുത്തെ സന്ധ്യയും ഓംകാരവും മനസ്സിനെ ആവോളം തണുപ്പിക്കുന്നതായിരുന്നു. ഭക്തി മാത്രമല്ല, നമുക്ക് അവിടെ ഒരുപാട് കലാകാരന്മാരുടെ കരവിരുതുകൾ കാണാൻ സാധിക്കും. ഇത്രയും നല്ല കലാകാരന്മാർ നിറഞ്ഞതായിരുന്നു നമ്മളുടെ ഈ രാജ്യമെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും.
അതിനെല്ലാം തെളിവായിരുന്നു അവിടെയുള്ള ഓരോ കൊത്തുപണികളും. അതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന പുഴയിൽ ധാരാളം മത്സ്യങ്ങൾ തീറ്റയും കാത്ത് മുകളിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ റൂമിൽ വന്ന് അടുത്ത ദിവസത്തിലേക്കായുള്ള യാത്ര തുടർന്നു. അടുത്ത ദിവസം ഞങ്ങൾ യാത്ര പോയത് കുണ്ടാദ്രി ഹിൽസിലേക്കായിരുന്നു. കുണ്ടാദ്രി ഹിൽസിലേക്കുള്ള യാത്ര, അവിടേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അവിടേക്ക് യാത്ര തിരിച്ചത് ഞങ്ങൾ ഒരു പിക്കപ്പ് വാനിലായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ യാത്ര പിക്കപ്പ് വാനിൽ. അതും അതിവേഗത്തിൽ ചുരത്തിലൂടെ വണ്ടി ഓടിക്കുന്ന അതിവിദഗ്ധനായ ഡ്രൈവർ. അവിടെ ഹിൽ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകൾ, ആ ഒരു ഫീൽ, അത് വാക്കുകളിലൂടെ നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെ പറഞ്ഞാലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ വിവരണം കുറഞ്ഞു പോകും. നാം നമ്മളെ തന്നെ മറന്നു പോകുന്ന, മനസ്സിനെ ഏറ്റവും സുഖകരമായ ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഫീൽ. എത്ര നേരം അങ്ങനെ ഇരുന്നാലും മതിയാകില്ല. സമയത്തെക്കുറിച്ച് കോർഡിനേറ്റർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ തിരികെ പോരേണ്ടി വന്നു. ഇനിയും വരാമെന്ന് സ്വയം ആശ്വസിച്ചു. പിന്നെ പോയത് കവലദുർഗ കോട്ടയിലേക്കാണ്. 1542 പണി കഴിപ്പിച്ച, ഇപ്പോൾ അവശേഷിപ്പുകൾ മാത്രമായ വിശാലമായ കോട്ട. എല്ലാം കരിങ്കല്ലുകളിൽ നിർമ്മിതമാണ്. എല്ലാ ക്ഷേത്രങ്ങളും കരിങ്കല്ലിൽ തീർത്തതാണ് എന്നതാണ് പ്രത്യേകത. അക്കാലത്തെ ആർക്കിടെക്റ്റുകൾ, അവരുടെ കഴിവുകൾ, അറിവുകൾ, വൈവിധ്യങ്ങൾ എല്ലാം, ആ അത്ഭുതങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൽ കാണാൻ കഴിയും. യാത്രയിൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം തുറന്ന പുസ്തകങ്ങളായി. അതിൽ നിന്നും ഓരോ അറിവുകളും കഥാപാത്രങ്ങളുമായി മാറിക്കൊണ്ടിരുന്നു. ജീവിതമെന്ന നാടകത്തിലെ വിവിധ കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയവർ, ഓരോരുത്തരും അവരുടെ ഇടങ്ങൾ, തങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നവർ. അങ്ങനെ 2 ദിവസം കുടുംബഭാരമെല്ലാം മാറ്റിവെച്ച് ഡാൻസും പാട്ടും കൂത്തും മേളവുമൊക്കെയായി ഞങ്ങൾ അടിച്ചു പൊളിച്ച് അഗുംബയോട് യാത്ര പറയുമ്പോൾ, വീണ്ടും കാണുമെന്ന് ഉറപ്പില്ല എങ്കിലും ഓർത്തുവെക്കാൻ 2 ദിവസം തന്നെ ധാരാളം എന്ന ഉറപ്പിൽ യാത്ര പറിച്ചിൽ. ഞാൻ ഇനി ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്കായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. തുടക്കക്കാരി എന്ന നിലയിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും. തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.